ഞാൻ അകത്തിരുന്ന് വീഡിയോ നോക്കി ഇരിക്കുമ്പോഴാണ് ആരൊക്കെ കൊമ്പുകൾ വെട്ടണ ശബ്ദം കേട്ടു. ആരുടെ നമ്മുടെ പറമ്പിൽ നമ്മുടെ കൊമ്പ് വെട്ടണമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് KCBക്കാർ. അപ്പം പിന്നെ ഒന്നും ചോദിക്കാനില്ല പറയാനില്ല. അവർ തോന്നിയ പോലെ അവരുടെ ലൈൻ കമ്പിലേക്ക് ഇത് ചാഞ്ഞ് കിടക്കുന്ന കൊമ്പുകളൊക്കെ തണ്ടം തുണ്ടം വിട്ടു. പിന്നെ എന്തു പറയാൻ. അപ്പോഴാണ് ദേ കൊല പഴുത്ത് ഒടിഞ്ഞു കിടക്കുന്നത് കണ്ട്. എന്നാൽ പിന്നെ അത് പറിക്കാമെന്ന് വിചാരിച്ച് വാക്കത്തി എടുത്ത് ഞാൻ വെട്ടാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. അവസാനം വെട്ടി വന്നപ്പോഴേക്കും എൻ്റെ കൈ തോം കിടക്കുന്നത് താഴെ. അത്രയ്ക്കും വെയിറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും എങ്ങനെയൊക്കെയോ പൊക്കി ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. സംഭവം കൊലയിലിരുന്ന് തന്നെ പഴുത്തു തുടങ്ങി പഴങ്ങളൊക്കെ. അപ്പം ഭദ്രമായിട്ട് ഞാൻ ബക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ച് ചറം മതിലമാവാതിരിക്കാൻ ഒരു പേപ്പറും നല്ലപോലെ മടക്കി അതിൻ്റെ ഇടയിലോട്ടും വെച്ചിട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി, കൊള്ളാമല്ലേ? പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പുറത്തെ കുറച്ച് മാങ്ങ പറിക്കാമെന്ന്. അപ്പോഴാണ് ദേ അപ്പുറത്തെ പറമ്പിലേക്ക് ചാന കിടക്കണ മുരിങ്ങാക്കോൽ അവരെ പറിച്ചു തന്നത്. 2 മൂത്ത് ഭണ്ഡാരമായപ്പോഴാണ് അവർ നമുക്ക് പറിച്ചു തരാൻ തോന്നിയത് കേട്ടോ. പിന്നെ ഈ മാവിലെ മാങ്ങ താഴെ കിടക്കുന്ന പറിക്കാമെന്ന് വെച്ചപ്പോൾ അതിലൊക്കെ ഉറുമ്പ് കയറി കൂടുവിട്ട് അതിൻ്റെ എന്തൊക്കെയോ ദ്രാവകം അതിലാക്കി വെച്ചേക്കണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഈസി ആയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് കട്ട് ചെയ്താന്ന് വിചാരിച്ചു. എൻ്റെ അമ്മ ഉറുമ്പും കടിച്ചു. പിന്നെ തോട്ടി വിട്ട് നമ്മുടെ മാങ്ങ പറിക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം പറിക്കാൻ പറ്റുന്നതൊക്കെ പറിച്ചിട്ടോ. പക്ഷെ ഉഷ്ണത്തിൻ്റെ ആണ് ഭയങ്കര തലവേദനയായിരുന്നു, എന്തൊക്കെയോ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ തലക്കകത്ത്. ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര ഒരു ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു തണുത്ത വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് താങ്ങാൻ കഴിയില്ല, അതിൻ്റെ ഒരു അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ചൂടത്ത് പെട്ടെന്ന് കയറി വന്ന് തണുത്ത വെള്ളം കുടിക്കുകയോ പെട്ടെന്ന് AC കയറുകയോ ഒന്നും ചെയ്യരുത്. നമ്മുടെ ബോഡിക്ക് ഒന്ന് ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കണം. ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ ദെൻ ബൈ.